ഉമയ്യ ഡൈനാസ്റ്റിയിലെ ഖലീഫയായിട്ടുള്ള അബ്ദുൽ മാലിക് ഒരു ഫേമസ് ഫിഗറാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ 3 മേജർ കോൺട്രിബ്യൂഷൻസ് ആണ് ഈ അറബിക്കിനെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി മാറ്റി. പിന്നെ ഇസ്ലാമിക് കറൻസി സിസ്റ്റം നിലവിൽ വന്നു. ജെറുസലേമിലുള്ള ഡൂം ഓഫ് റോക്ക് എന്ന് പറയുന്നത് അദ്ദേഹം ലീഡ് ചെയ്തതാണ്. അടുത്ത അബ്ബാസിഡ് ഡൈനാസ്റ്റി വരികയാണെങ്കിലും ഉമയ്യ ഡൈനാസ്റ്റിയുടെ ഓവർ പവറിങ്ങിന് ശേഷം ഭരണത്തിൽ വരുന്നതാണ് അബ്ബാസ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അബ്ബാസിൻ്റെ നേതൃത്വത്തിലാണ് ആ ഡൈനാസ്റ്റി വരുന്നത്. അതുപോലെ അവിടെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഡമാസ്കസ് ആയിരുന്നു ആ സമയത്ത് ക്യാപിറ്റലെങ്കിൽ അത് മാറി ബാഗ്ദാദായിട്ട് മാറുകയാണ്. അതുപോലെ ഹാറൂൺ റഷീദ് എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയറ്റും സ്കോളറുമാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഒരു അറബ് കോൺട്രിബ്യൂഷൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. എന്ത് ചെയ്തു, നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ്, പിന്നെ ഒരു പോസ്റ്റ് സിസ്റ്റം, ടാക്സ് കളക്ഷൻ സിസ്റ്റം, ഇതെല്ലാം കൊണ്ടുവന്നത് ഈ ഒരു അറബ് കൾച്ചറിൽ നിന്നാണ്. അതുപോലെ അവർ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ വളരെ നല്ലൊരു ഗ്രേറ്റ് പ്രോഗ്രസ് ആണ് കൊണ്ടുവന്നവർ. അതിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു, എഡ്യൂക്കേഷൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള വ്യക്തികളായിരുന്നു. അതുപോലെ ബാഗ്ദാദിലെ ഡമാസ്കസ്, കെയ്റോ, കഡോബ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റീസൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് എന്തുമാത്രം അവർ എഡ്യൂക്കേഷൻ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് എന്നത്. അതുപോലെ ആൽജിബ്ര, അതുപോലെ അറബിക് ന്യൂമറിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേൾഡിന് സംഭാവന ചെയ്തത് ഈ അറബ്സ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യ കണ്ടുപിടിച്ചത്, ഇന്ത്യയുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള സീറോനെ ലോകം മൊത്തം വ്യാപിപ്പിച്ചത് അറബ്സ് ആയിരുന്നു. അതുപോലെ അറബ്സ് ഒരുപാട് കെമിസ്ട്രിയിലുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളുടെ ഒരു ഇൻവെൻറ്റേഴ്സ്, ഒരു കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞർ ഒരുപാട് പേര് അറബിക് ആൾക്കാരായിരുന്നു. നമുക്ക് കൂടുതലും പറയുന്നത് ഇംഗ്ലീഷുകാരോ അല്ലെങ്കിൽ ഡച്ചോ അങ്ങനെ വേറെ ഫോറിൻ ആൾക്കാരാണ്. പക്ഷേ അറബ്സും ഒരുപാട് മാത്സിലായിക്കോട്ടെ, ആൽജിബ്രയിലായിക്കോട്ടെ, കെമിസ്ട്രിയിലായിക്കോട്ടെ, സയൻസിലായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങളിൽ അറബ്സ് വളരെ മുന്നിലായിരുന്നു. അതുപോലെ അവർ ഒപ്റ്റിക്സിൻ്റെ ഇൻവെൻറ്റർ ആയിരുന്നു. അതുപോലെ അവർ രോഗങ്ങളായിട്ടുള്ള ട്യൂബർക്ലോസിസ്, സ്റ്റൊമക് ക്യാൻസർ, സ്മാൾ പോക്സ്, പ്ലേഗ് പോലുള്ള രോഗങ്ങളെ പറ്റിയുള്ള അറിവ് അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ അറബിക് ലിറ്ററേച്ചർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ദ 1001 നൈറ്റ് എന്ന് പറയുന്നത്. 1001 രാവുകൾ കേട്ടിട്ടുണ്ടാവും. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അറബിക് ലിറ്ററേച്ചറാണ്. ഇത് നമുക്ക് ഒരു ബോക്സ് വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ആ ഒരു അറബിക് കോൺട്രിബ്യൂഷനാണ് നമ്മൾ കാണുന്നത് ഒറ്റ നോട്ടത്തിൽ. ഏതൊക്കെ ഫീൽഡിൽ ഏതൊക്കെ ബുക്സ് ആണെന്നും ഏതൊക്കെ വ്യക്തികളാണെന്നൊക്കെയാണ് ചെയ്യുന്നത് അത് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത നമ്മൾ നോക്കുന്നത് മൊങ്കോൾ എംപയർ ആണ്. നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നോക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട, നീട് ഇവിടെ വരുന്നില്ല. അപ്പോൾ ഈ മൊങ്കോൾ എംപയർ എന്ന് പറയുന്നത് ഒരു നൊമാഡിക് ട്രൈബാണ്. അത് നാടോടി, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാതെ മാറി താമസിക്കുന്നത്, ഓരോ സ്ഥലങ്ങളിൽ നായാട്ടിലൊക്കെ പോയി ജീവിക്കുന്ന നൊമാഡിക് ട്രൈബായിരുന്നു. സെൻട്രൽ ഏഷ്യയുടെ ഈസ്റ്റേൺ പാർട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതുപോലെ മൊങ്കോളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കരകോരം ആണ്. അതുപോലെ ഈ ട്രൈബ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ എപ്പോഴും കുതിരപ്പുറത്ത് സവാരി നടത്തുകയും രാത്രികളിൽ അവർ ടെൻറ്റ് കെട്ടി താമസിക്കുകയുമായിരുന്നു അവർ ചെയ്തിരുന്നത്. അതുപോലെ അവരുടെ ആ ഒരു മൊങ്കോൾ ട്രൈബിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ചെങ്കിസ് ഖാനാണ്. അദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു സമയത്ത് ഒരുപാട് മൊങ്കോൾ ട്രൈബ്സ് പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടത്തി കലഹിച്ച് നടന്ന ഒരുപാട് മൊങ്കോൾ ട്രൈബ്സിനെ എല്ലാവരെയും ഒത്തുകൊണ്ടുവന്നത് ചെങ്കിസ് ഖാനാണ്. നമ്മുടെ അറബിനെ ഒത്തുകൊണ്ടുവന്ന പ്രൊഫറ്റ് മുഹമ്മദ് ആണെങ്കിൽ ഈ മൊങ്കോൾ ട്രൈബ്സിനെ എല്ലാവരെയും ഒത്തുകൊണ്ടുവന്നത് ചെങ്കിസ് ഖാനാണ്. അതിന് കീഴിൽ അദ്ദേഹം എന്ത് ചെയ്തു, നല്ലൊരു മൊങ്കോൾ എംപയറിൻ്റെ ഒരു അടിത്തറപ്പാക്കിയത് ചെങ്കിസ് ഖാനാണ്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുമ്പോൾ തെമുജിൻ എന്നാണ്. പിന്നെ ഈ ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ഒരു പേര് അദ്ദേഹത്തിന് കിട്ടുന്നത് മൊങ്കോൾ ട്രൈബൽ കൗൺസിലാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് കൊടുക്കുന്നത്. പിന്നെ ഈ ചെങ്കിസ് ഖാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു അവരുടെ ആ ഒരു കൺട്രിയിൽ തന്നെ ഒരു പോസ്റ്റൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതെന്താണ്, ഓരോ കൺട്രിയും അവരുടെ അവരുടെ കൺട്രിയിൽ പല സ്ഥലങ്ങളെയും ബന്ധിപ്പിക്കാനായിട്ട്, കണക്ട് ചെയ്യാനായിട്ട് ഒരു പോസ്റ്റൽ സിസ്റ്റം കൊണ്ടുവരികയും അതിനെ യാം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ നല്ലൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ നല്ലൊരു നടത്തിപ്പിന് വേണ്ടിയിട്ട് അവർ ഹോഴ്സസിനെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഇപ്പോൾ പോസ്റ്റൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്, നമ്മുടെ വീട്ടിൽ പോസ്റ്റ്മാനൊക്കെ വരത്തില്ലേ, അതുപോലെ നമ്മുടെ ഹോഴ്സസാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ അദ്ദേഹം യാസ എന്ന് പറയുന്ന കോഡ് ഓഫ് ലോയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാണ് ആ മൊങ്കോൾ എംപയറിനെ പറ്റി പറയുന്നത്. അടുത്തത് മാലി എംപയർ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ പാർട്ടിൽ ഫ്ലോറിഷ് ചെയ്യുന്നത്, വ്യാപിച്ച് വളരെ പടർന്ന് പന്തലിച്ച വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എംപയറാണ്. അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള റൂളർ എന്ന് പറയുന്നത് മൻസാ കൻകൻ മൂസ ആണ്. അദ്ദേഹത്തിന് മാലിയെ പറ്റിയുള്ള അറിവ് കിട്ടുന്നത് ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്നൊരു സഞ്ചാരി വഴിയാണ്. അദ്ദേഹത്തിന് മാലി എന്ന് പറയുന്നതിനെ പറ്റി കിട്ടുന്നത്. വളരെ ആഫ്രിക്കയിലെ ഒരു റിച്ചസ്റ്റ് കൺട്രിയാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ, ആർട്സ്, ക്രാഫ്റ്റ്, കൗശലങ്ങളായിട്ടാണെങ്കിലും വിദ്യാഭ്യാസങ്ങളിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ ആ ഒരു സ്ഥലത്തിൻ്റെ സദേൺ പാർട്ട് എന്ന് പറയുന്നത് ഗോൾഡ് ഡെപ്പോസിറ്റ്സിന് വേണ്ടിയിട്ടും നോർത്തേൺ പാർട്ട് എന്ന് പറയുമ്പോൾ സാൾട്ട് ഡെപ്പോസിറ്റ്സിന് വേണ്ടി പേര് കേട്ടതാണ്. അതുപോലെ ജിയാവോ, ജെന്നി, തിമുത്കു എന്നൊക്കെ പറയുന്നത് ആ ഒരു എംപയറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ തിമുത്കു എന്ന് പറയുന്നത് എന്താണ്, എഡ്യൂക്കേഷനും അതുപോലെ ട്രേഡിനും ഒരുപാട് പേര് കേട്ട ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു സെൻറ്റർ കൂടെയാണെന്ന് പറയുന്നത്. പിന്നെ അവിടെ ഗ്രേറ്റ് മോസ്ക് ഇൻ തിബുത്കു എന്ന് പറയുന്നത് അവരുടെ ഇസ്ലാമിക് ലേണിംഗ് മതപഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ ആയിരുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെയും ഈ തിബുത്കുവിലോട്ട് വരുമായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിവിലൈസേഷൻ ഇൻ അമേരിക്കയാണ്. ഇതുവരെ ഉള്ളതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം പഠിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാം മരിച്ച് പറക്കിയിട്ടാണ് ഈ ഒരു റിവിഷനോട്ട് തരുന്നത്. അടുത്ത സിവിലൈസേഷൻ ഇൻ അമേരിക്ക നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് 3 സിവിലൈസേഷൻസാണ്, അസ്ടെക്സും, മായൻസും, ഇൻകാസും. അതിൽ ഈ ഒരു പുറം ലോകം അമേരിക്കനെ പറ്റി അറിയുന്നത് 15ാമത്തെ സെഞ്ച്വറിയിൽ യൂറോപ്യൻ എക്സ്പ്ലോറേഷൻ വഴിയാണ്. ഒരുപാട് ആൾക്കാർ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കണ്ടുപിടിക്കുന്ന വഴിയാണ് അമേരിക്കയെ പറ്റി പറയുന്നത്. നമുക്ക് അസ്റ്റാക്സിനെ പറ്റി പറയാം. 12ാമത്തെ സെഞ്ച്വറിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. ഈ അസ്റ്റാക്സ് എന്ന് പറയുന്നത് എന്താണ്,
മെക്സിക്കോയുടെ വാലിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത മെക്സിക്കോയുടെ താഴ്വരയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ്. അവരുടെ ആ ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഹൈറാർക്കലായിരുന്നു. അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ തിനോച്ചിറ്റിലാനാണ്. അതുപോലെ എന്താണ് അവർ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഐലൻഡ്സ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാം ഐലൻഡ്സ് എന്താണ്, ദ്വീപുകൾ എന്താണെന്ന് അറിയുമ്പോൾ അവർ എന്താണ് കൃത്രിമമായിട്ടുള്ള ദ്വീപുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിലമാംസം എന്നാണ് എൻ്റെ പേര്. അതായത് അത് നമ്മുടെ ആ ഒരു മെക്സിക്കോയുടെ ലേക്കിലാണ്, ലേക്സിലായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അവരുടെ ഒരു അത്രയും എന്താണ് അവരുടെ കൺസ്ട്രക്ഷൻ സ്കിൽസ് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഐലൻഡ് എന്ന് പറയുന്നത്. പിന്നെ അവർ എന്ത് ചെയ്തു, അഗ്രികൾച്ചറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കോൺ, ബീൻസ്, സ്ക്വാഷ്, പംകിൻ, കസാവ, പൊട്ടാറ്റോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ അവർ ട്രേഡിലും ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെ അവർ വളരെ എൻഗേജ് ആയിരുന്നു. അതൊക്കെ വളരെ പ്രാവീണ്യം നേടിയ വ്യക്തികളായിരുന്നു ആ കാലത്തുണ്ടായിരുന്നത്. അതുപോലെ ഗോൾഡ്, കോപ്പർ, ടിന്ന് പോലുള്ള മെറ്റൽസ് യൂസ് ചെയ്തവർ കോയിൻസ്, നാണയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവർ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറയുന്നത് കാൽമെക്കാറ്റ് ആണത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് വളരെ നോബിൾസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ തെപ്പോച്ചാലി എന്ന് പറയുന്നത് എന്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അതർ ക്ലാസ്. അപ്പം അവിടെ ഹൈറാർക്കി, നമ്മൾ ആദ്യമേ പറഞ്ഞു ഹൈറാർക്കി അവിടെ ഉണ്ട്, താഴ്ന്ന ജാതി വലിയ ജാതി എന്നുള്ള രീതിയുണ്ട്. അപ്പം എന്താണ് അതർ ക്ലാസ്സിലുള്ള ചിൽഡ്രൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതും നോബിൾസിൻ്റെ ചിൽഡ്രൻസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതുമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പേര് മറക്കരുത്. അടുത്ത നമ്മൾ മായൻസിനെ നോക്കുകയാണെങ്കിൽ മായൻ സിവിലൈസേഷൻ ഉണ്ടാകുന്നത് മെക്സിക്കോയിൽ ഒരു 11 തൊട്ട് 14 സെഞ്ചുറിയുടെ ഇടയിലായിട്ടാണ്. ഈ ഒരു മായൻസ് എന്ത് ചെയ്യണം, അവർ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ എന്താണ് മൈസൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് അവിടെ എന്താണ് ജനവാസ യോഗ്യമാക്കി തീർക്കാണ് ചെയ്തത്. അവർ ഒരുപാട് എന്താണ് കൊട്ടാരങ്ങളും ടെമ്പിളുകളൊക്കെ എന്താണ് കല്ലുകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരതുപോലെ ഒരുപാട് ഭംഗിയുള്ള പോട്ടറീസുകളും അതുപോലെ ഗോൾഡിലും സിൽവറിലുമുള്ള ജ്വല്ലറീസൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്, അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവരുടെ ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ പിക്ടോഗ്രാഫിക്കാണ്, വളരെ ഭംഗിയുള്ള പിക്ടോഗ്രാഫിക്കായിട്ടുള്ള ആൽഫബറ്റ്സ് ആണ് അവർക്ക് മായൻസിനുള്ളത്. പിന്നെ അവർ എന്താണ് അവർ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രീസിൻ്റെ തൊലികളിൽ നിന്നും അല്ലെങ്കിൽ എന്താണ് ചില സ്പെഷ്യൽ പ്ലാന്റ്സ് ഉണ്ട് അതിൻ്റെയൊക്കെ പൾപ്പിൽ നിന്നൊക്കെയാണ് അവർ പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് യൂസ് ചെയ്താണ് അവർ എഴുതിയിരുന്നത്. പിന്നെ അവരും വളരെ എന്താണ് മാത്തമാറ്റിക്സിലാണെങ്കിലും ആസ്ട്രോണമിയിലാണെങ്കിലും ഒക്കെയും അവർ വളരെ പ്രാവീണ്യം നേടിയ വ്യക്തികളായിരുന്നു. അവർ ആൽമനാക്ക്, ബിഹാർ ആൽമനാക്ക് അതൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ഇൻകാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ ഇൻകാസ് എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ സൗത്ത് അമേരിക്കയിലുള്ള ലാർജസ്റ്റ് ഇൻഡിജിനിയസ് സിവിലൈസേഷൻ ആണ് ഇൻക എന്ന് പറയുന്നത്. പെറുവിലാണ്, പെറുവിൽ സ്ഥലമാണ്, പെറുവിലാണുള്ളത്. അതുപോലെ എന്താണ് അവിടെ ഒരു സെൻട്രലൈസ്ഡ് ഇമ്പീരിയൽ റൂളായിരുന്നു അവിടെ നിന്നിരുന്നത്. പിന്നെ അവിടുത്തെ കിങ് ആയിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ റൂൾ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ബാക്കിയുള്ളവർ. പിന്നെ ക്വസ്കോ എന്ന് പറയുന്നത് അത് ക്യാപിറ്റലായിരുന്നു. അവിടെ ആ ഒരു സിറ്റിയിൽ ടെമ്പിൾസ്, പാലസ്, പിന്നെ എന്താണ് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരുപാട് നല്ല വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു കൺട്രിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് പലതരം റോഡ്സിലൂടെയായിരുന്നു. പിന്നെ മാച്ചു പിച്ചു എന്ന് പറയുന്നത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് പറയുമ്പോൾ ഒരു ഫേമസ് കൺസ്ട്രക്ഷൻ സ്കിൽസിൽ പെട്ട ഒരു കാര്യമാണ് മാച്ചു പിച്ചു എന്ന് പറയുന്നത്. 3500 മീറ്റേഴ്സോളം അതിന് ഉയരമുണ്ട്. അതുപോലെ ലാമസ്, അൽപ്പാക്ക പോലുള്ള ആനിമൽസിൻ്റെ സ്കിൻ യൂസ് ചെയ്തായിരുന്നു അവർ കമ്പിളിയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റ്സ് അവരുടെ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ലാൻഡൊക്കെ കൃഷിക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ മെയിൻ ക്രോപ്സ് എന്ന് പറയുന്നത് പൊട്ടറ്റോസും അതുപോലെ കോണുമാണ്. പിന്നെ ക്യോപ്പോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് നമ്പേഴ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നെ എന്താണ് ഈ ഒരു അമേരിക്കയിലുള്ള സ്പാനിഷ് കോളനൈസേഷൻ അവരുടെ ഒരു എന്താണ് ഇപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതുപോലെ അല്ലെങ്കിൽ ഡച്ചുകാർ വന്നതുപോലെ അമേരിക്കയിൽ സ്പാനിഷ് കോളനൈസേഷൻ നടന്നത് വഴിയാണ് ഇങ്ങനെയുള്ള ഈ മായൻസ് ആണെങ്കിലും അസ്ടെക്സ് പോലുള്ള ഈ ഒരു സിവിലൈസേഷൻസൊക്കെ നശിച്ചു പോകുന്നത്. പിന്നെയുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ചൈനം പാസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു മെക്സിക്കോയിലെ ലേക്സിലുള്ള അതിൻ്റെ തീരത്തുള്ള നമ്മുടെ ആർട്ടിഫിഷ്യൽ ഐലൻഡാണ് അവർ ഉണ്ടാക്കിയെടുത്തതാണ്. അതും എന്താണ് മഡ് കൊണ്ടും റീഡ്സ് കൊണ്ടൊക്കെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് പാലസുകളും അതുപോലെ പിരമിഡ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വയ്ക്കുക, എക്സാമിന് നന്നായിട്ട് എഴുതുക. വളരെ ഷോർട്ട് കഴിവതും വളരെയൊക്കെ ചുരുക്കിയാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു എക്സാം ബേസ്ഡ് റിവിഷൻ പോലെയാണ് തന്നിട്ടുള്ളത്.